വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാം തിരുവചനം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ അണിനിരന്നിരിക്കുന്നു. മത്സര ആരംഭത്തിനുള്ള വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം ഫിനിഷിംഗ് ലൈൻ ലക്ഷ്യമാക്കി നിങ്ങൾ നിങ്ങളുടെ ഓട്ടം ആരംഭിച്ചിരിക്കുന്നു. ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ വേഗത കൂട്ടുന്നുണ്ട്. ഒടുവിൽ ആ ഫിനിഷിംഗ് ലൈൻ ആദ്യമേ താണ്ടി ശക്തി സംഭരിച്ചുകൊണ്ട് നിങ്ങൾ ഉച്ചത്തിൽ പറയുന്നു, ഞാൻ വിജയിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ആ ട്രാക്കിൽ തളർന്ന് വീഴുകയാണ്. ഇതാ കുരിശിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ ദൈവപുത്രൻ പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ വിശുദ്ധ നോമ്പുകാലം ഒരു മൃതശരീരത്തിന് ചുറ്റുമുള്ള ഘോഷയാത്രയല്ല, മറിച്ച് ഈ നോമ്പുകാലം നമ്മെ കൊണ്ട് എത്തിക്കുന്നത് കാൽവരിയുടെ മുകളിൽ ഒരു വിജയ ആലാപനത്തിലേക്കാണ്. ഗ്രീക്കിൽ തെത്തലസ്തായി, എല്ലാം പൂർത്തിയായി എന്നത് ഒരു തോൽവിയുടെ വാക്കല്ല, മറിച്ച് ആനന്ദത്തിൻ്റെ വാക്കാണ്. വചനത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പെസഹായുടെ ഒരുക്ക ദിവസമാണ്. അതായത് പെസഹായ്ക്ക് വേണ്ടി കുഞ്ഞാടുകൾ ബലി കഴിക്കപ്പെടുന്ന ദിവസം തന്നെയാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു തമ്പുരാൻ ക്രൂശിൽ കൊല്ലപ്പെടുന്നത്. യേശുവിൻ്റെ മരണത്തെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അവൻ വിനാഗിരി സ്വീകരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നൽകി. എല്ലാം പൂർത്തിയായി, തെത്തലസ്തായി. ഇത് ഒരിക്കലും ഒരു പരാജിതൻ്റെ വാക്കുകളല്ല. യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങുന്ന ഒരു യോദ്ധാവ് തൻ്റെ മകുടം താഴ്ത്തുന്നത് പോലെ യേശു തമ്പുരാനും താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കിയെന്ന ഉറപ്പിൽ ഇതാ പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പറയുകയാണ്, എല്ലാം പൂർത്തിയായി, തെത്തലസ്തായി. പുണ്യവാനായ നിസായിലെ വിശുദ്ധ ഗ്രിഗറി ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, യേശുനാഥൻ എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് മരണത്തിന് നമ്മുടെ മേലുള്ള ആധിപത്യം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവപുത്രൻ മനുഷ്യരെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യൻ ഇനിയുമേൽ മരണത്തിന് അധീനനല്ല. അവൻ സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മെ ഒരു പുതിയ ആരംഭത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെ നിങ്ങളുടെ വഴിയാത്രയിൽ നിങ്ങൾ തകർന്നു പോയവരാണോ? ജീവിതത്തിൽ ഇതുവരെയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇനിയും നിങ്ങളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആകുലതകളാൽ നിങ്ങൾ നിറയുന്നുവോ? തിരിച്ചറിയുക, ഈ നോമ്പുകാലം നിങ്ങളെ ഒരു പുതിയ ആരംഭത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്ന യേശു തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നത് പുതിയൊരു തുടക്കത്തിലേക്കാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടമായി എന്ന് കരുതി നാം കരയുമ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മെ തേടി എത്തുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം പറയുന്നു, നീ വീണ്ടും കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴും വീഴാതെ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ വാരിപ്പുണർന്ന് സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. സ്നേഹമുള്ളവരെ, ആ കുരിശോട് ചേർന്ന് നിൽക്കുമ്പോൾ, കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ, ക്രൂശിതൻ നമ്മുടെ വഴികളിൽ വിളക്കായി നിന്നുകൊണ്ട് നമ്മെ ഓർപ്പിക്കുന്നു, നിൻ്റെ വഴിയിൽ, നിൻ്റെ പുതിയ വഴിയിൽ നിനക്ക് പതറുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പുണ്യപ്രദമായ ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ ക്രൂശിതന് പിന്നാലെ പുതിയ വഴിയെ നമുക്ക് സഞ്ചരിക്കാം. ആ പുതിയ വഴികളിൽ ക്രൂശിതൻ നമ്മെ കാത്തിരിക്കുന്നു. പുത്തൻ പ്രത്യാശയിൽ ജീവിക്കുവാൻ, പുത്തൻ അഭിഷേകത്തിൽ നിറയുവാൻ. ഈ നോമ്പുകാലം അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ. അതിന് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.